Hey guys, welcome back to my YouTube channel. So, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് എ സ്കിൻ പ്രെപ്പിംഗ് വീഡിയോ. സോ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും നോർമലി നമ്മൾ രാവിലെ എണീറ്റ് വന്നാൽ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ്. ലൈക്ക് ഹൗ ഐ പ്രെപ്പ് മൈ സ്കിൻ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് അതിലേക്ക് തന്നെ പോവാം. സോ ഗൈസ്, ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് ആക്ച്വലി ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇതൊരു കോജി ഗ്ലോ സ്കിൻ ലൈറ്റനിങ് ഫേസ് വാഷ് ആണ്. ഇത് ആക്ച്വലി എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. എൻ്റെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് തേഴ്സ്റ്റി സ്കിന്നാണ്. സോ ഇതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. അതുപോലെ എനിക്ക് ജസ്റ്റ് ഒന്ന് വെയിലത്തിറങ്ങി അപ്പം ടാനാവും. സോ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്ത് തന്നു. ലൈക്ക് അത് കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ സ്കിൻ ലൈറ്റനിങ്. സോ let's start with the video. ഈ സാധനം ഇട്ട് വെക്കുമ്പോൾ എൻ്റെ ഭർത്താവ് പറയും കുഞ്ഞു പിള്ളേരെ പോലെ ഉണ്ടാവും. പക്ഷെ നമുക്കിതിലൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനാ, ചർമ്മം കണ്ട പ്രായം പറയില്ലല്ലോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്, ഞാൻ യൂസ് ചെയ്യുന്നത് സ്നെയിൽ മ്യൂസിനാണ്. സോ ഇത് എൻ്റെ ബ്രദർ ജർമ്മനിയിൽ നിന്ന് വന്നപ്പം എല്ലാ തവണയും കൊണ്ടുവരും. നമുക്ക് ഫസ്റ്റ് ഇത് യൂസ് ചെയ്യാം. ഈ സാധനം എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ഒച്ചിൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അധികം പിമ്പിൾസ് വരാത്ത സ്കിന്നാണ്. പക്ഷേ എനിക്ക് കുറേ ഫുഡ് അലർജീസ് ഉണ്ട്. ചെമ്മീൻ, ബീഫ്, മുട്ട, മല്ലിയില, കാഷ്നട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അലർജി ഉണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും കഴിച്ചാൽ ഫസ്റ്റ് ദേഹത്തായിരിക്കും വരിക, അത് കഴിഞ്ഞ് മുഖത്തൊക്കെ വരും. അങ്ങനെ റീസെൻ്റ്ലി വന്നിട്ട് പോവാതെ കിടക്കുന്ന ഒരു മാർക്കാണിത്. ഞാനിങ്ങനെ പോക്കും. സ്കിന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് വളരെ നല്ല കാര്യം. ചിലർ വിചാരിക്കും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് വെളുത്തിട്ട് പാറാനാണ്. അല്ല, നമ്മുടെ സ്കിന്ന് നല്ല ഇണക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് അത് കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് കോജിക് ആസിഡിൻ്റെ ഒരു സിറമാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റാണ്. നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും ഇവിടെ ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ അതിനാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്കിൻ്റെ ആണ് കേട്ടോ. ഡോക്കിൻ്റെ 2% കോജിക് ആസിഡ്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് ഇത് ചെയ്താൽ നമ്മുടെ ജോലൈനും കൂടെ വിസിബിളാണ്. ഞാൻ കുറച്ച് തടിച്ചായതുകൊണ്ട് ജോലൈനൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ച് തടിക്കാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ 56 kgs ആണ് ഗൈസ്, 56. സോ വി ആർ ഡൺ വിത്ത് കോജിക് ആസിഡ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഇലുമിനേറ്റ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇതിൽ സെൻറ്ററിലൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് അടുത്തത് വൈറ്റമിൻ സി യൂസ് ചെയ്യാം. അയ്യോ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ നോർമലി ചെയ്യാറുള്ളതാണ്, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മറന്നു. ഞാൻ ആദ്യം സ്കിന്ന് പ്രെപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യുന്നത് എൻ്റെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത് മറന്നേ പോയി. സോ ഇത് ടിപ്സി ബ്യൂട്ടീൻ്റെ സ്ട്രോബെറി ആൻഡ് ചീസ് കേക്കിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് ആക്ച്വലി അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ കളറുണ്ടോ, പക്ഷെ അത്രയും കളർ നമ്മൾ ചുണ്ടിലിടുമ്പോൾ വരില്ല. ഇതിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ സ്ട്രോബെറി ആൻഡ് ചീസ് കേക്കിൻ്റെ ഒരു ടേസ്റ്റാണ്. ടേസ്റ്റ് അല്ല, ഒരു ഫ്ലേവർ മണമൊക്കെയാണ്. നല്ല രസം. ഇത് ഞാൻ ഇടും കേട്ടോ. ഇത് നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഇനി നമുക്ക് വൈറ്റമിൻ സി ഇടാം.
ഇതിട്ടപ്പോൾ തന്നെ കുറച്ച് ബ്രൈറ്റൻ ആയതുകൊണ്ടോ, ലൈക്ക് എ ഗ്ലോ. സോ വി ആർ ഡൺ വിത്ത് വൈറ്റമിൻ സി. നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് സാറ്റിൻ മാറ്റ് നിയാസിനമൈഡ് സിറമാണ്. ഇത് പോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലർ ചെയ്യും. ഇതിൽ 5% നിയാസിനമൈഡ് ഉണ്ട്, പ്ലസ് ഒലീവ് ലീഫ് എക്സ്ട്രാക്റ്റും ഉണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ഫ്രോം ഫോക്സ്റ്റീൽ. ഇത് ഫോക്സ്റ്റീൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. സോ ഞാനിങ്ങനെയാണ് ഇതെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. ആൻഡ് ഇത് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ആണ്. ഇത് കണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കില്ല. ഇത് എൻ്റെ ഫോം ഓഫ് ഡൂയിങ് സ്കിൻ കെയർ ആണ്. ബട്ട് ഇറ്റ് ആക്ച്വലി വർക്ക്സ്. എൻ്റെ സ്കിന്നിന് ഇത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ സ്കിൻ കണ്ടാൽ അറിയുമായിരിക്കും, അത്യാവശ്യം നല്ല ഹെൽത്തി സ്കിന്നാണ്. ഈ ഡാർക്ക് സർക്കിൾ ഒഴിച്ച് അത്യാവശ്യം ബാക്കിയെല്ലാം ഹെൽത്തി സ്കിന്നാണ്. കാരണം ഡാർക്ക് സർക്കിൾ എനിക്ക് ഉറങ്ങാത്തത് കൊണ്ടൊന്നുമല്ല, ഇതെനിക്ക് ചെറുപ്പം മുതലുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഹെറിഡിറ്ററി. ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഐ എം ഹാവിങ് അലർജിക് ഡെർമറ്റൈറ്റിസ്. അലർജി കൊണ്ടുണ്ടാകുന്ന ഡാർക്ക് സർക്കിളാണിത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ചില അണ്ടർ ഐ ക്രീംസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മോർണിംഗ് ഒന്ന് നൈറ്റ് ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് പോയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. സോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. കോസ്മ എന്ന് പറയുന്ന ഇതും എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. ഇതും എൻ്റെ അണ്ടർ ഐ ക്രീമാണ്. ഇത് മോർണിംഗ് യൂസ് ചെയ്യേണ്ട അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സർക്കിളുള്ളവർക്ക് നമ്മുടെ ഫേസ് എപ്പോഴും ഒരു ടയേർഡ് ലുക്ക് ആയിരിക്കും. ഈവൻ ദോ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണെങ്കിൽ പോലും ആർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് ജന്മന വരാതിരിക്കട്ടെ. പക്ഷെ ഇവിടെ എനിക്ക് ഇവിടം വരെ ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2 മാസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. സോ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു സൺസ്ക്രീൻ. സോ ഞാൻ രാവിലെ തൊട്ടൊരു വൈകുന്നേരം 6 മണി വരെ സമയങ്ങളിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ ഇതെന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇതും എൻ്റെ ചേട്ടൻ കൊണ്ട് തന്നതാണ്. കുറച്ച് നല്ലപോലെ അപ്ലൈ ചെയ്യാം. എസ്പെഷ്യലി ടാൻ ആവുന്ന എന്നെപ്പോലുള്ള സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ, ലൈക്ക് പെട്ടെന്ന് ടാൻ ആവുന്ന. സോ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ, അല്ലെങ്കിൽ ബിഫോർ ഡൂയിങ് മേക്കപ്പ് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ. ആൻഡ് ഇതാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്ന അണ്ടർ ഐ ക്രീം. ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. ദിസ് ഈസ് ഐലക്സ് അണ്ടർ ഐ ജെൽ ട്രൂ ഡെർമേൻ്റെയാണ് കേട്ടോ. സോ ഇതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ്. കാരണം നത്തിങ് വർക്ക്ഡ് ഫോർ മീ. ലൈക്ക് നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്തു, എല്ലാം ട്രൈ ചെയ്തു, ബട്ട് ജന്മനുള്ളവർക്ക് ഒന്നും ചെയ്യാനില്ല. സോ എൻ്റെ സ്കിൻ കുറച്ച് ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ, ഹൗ ഐ പ്രെപ്പ് മൈ സ്കിൻ. സോ മോർണിംഗും ഞാൻ ചെയ്യാറുണ്ട്, നൈറ്റും ചെയ്യാറുണ്ട്. നൈറ്റിൽ ഏകദേശം ഈ റുട്ടീനൊക്കെ തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.